പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 62 അലക്ഷ്യം. ആവർത്തനം 32 വചനം 15. യശൂരനോ പുഷ്ടിവെച്ച് തച്ചു, നീ പുഷ്ടിവെച്ച് കനത്ത തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു, തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. യെശയ്യാവ് 32 വചനം 9, 11. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റ് എൻ്റെ വാക്കു കേൾപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എൻ്റെ വചനം ശ്രദ്ധിപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയുമില്ല. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ. വസ്ത്രമൊരുകെ നഗ്നരാകുവിൻ, അരയിൽ രട്ടുകെട്ടുവിൻ. എസേക്യേൽ 30 വചനം 9. ആ നാളിൽ ദൂതന്മാർ നിശ്ചിതന്മാരായ കൂശ്യരെ ഭയപ്പെടേണ്ടതിന് കപ്പലുകളിൽ കയറി എൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ മിസ്രയീമിൻ്റെ നാളിൽ എന്നെ പോലെ അവർക്ക് അതിവേദന ഉണ്ടാകും. ഇതാ അത് വരുന്നു. ആമോസ് 6 വചനം 1, 6. സിയോനിൽ സ്വൈരികളായി, ക്ഷമയാർ പർവ്വതത്തിൽ നിർഭയരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗൃഹം വന്ന് ചേരുന്നവരുമായുള്ളവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ കൽനെക്ക് ചെന്ന് നോക്കുവിൻ, അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവിൻ, ഫിലിസ്തീനരുടെ ഗത്തിലേക്ക് ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയോ? അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തെക്കാൾ വിസ്താരമുള്ളതോ? നിങ്ങൾ ദുർദിവസം അകറ്റിവെക്കുകയും സാഹസത്തിന്റെ ഇരിപ്പിടം അടുപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ വീണാനാദത്തോടെ നൃത്യസംഗീതം ചെയ്തു ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. യോസേഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ലതാനും. സെഫന്യാവ് 1 വചനം 12. കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളക്കു കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും.